അസ്സലാമു അലൈക്കും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ ന്യൂ ഇയർ റെസൊല്യൂഷനെ കുറിച്ച് സംസാരിക്കാനാണ് കേട്ടോ. ന്യൂ ഇയർ റെസൊല്യൂഷൻ നാളെയാണല്ലോ ന്യൂ ഇയർ. അപ്പോൾ ന്യൂ ഇയറിന് മുമ്പ് തന്നെ നമ്മൾ എന്തൊക്കെ അടുത്ത വർഷങ്ങളിൽ നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്നതിനെക്കുറിച്ച് സംസാരിക്കാനാണ്. അതിന് മുമ്പ് ന്യൂ ഇയറിൻ്റെ ആഘോഷം ആഘോഷം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നമ്മൾ ചിന്തിക്കുകയാണ് വേണ്ടത്. ഈ കഴിഞ്ഞ വർഷം നമ്മൾ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ മിസ്റ്റേക്കുകൾ പറ്റി, നമ്മളെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊന്ന് ആലോചിക്കാനുള്ളൊരു സമയം കൂടിയാണ് ഇന്നത്തെ ദിവസം എന്നുള്ളത്. പ്രത്യേകിച്ച് നാളത്തെ ദിവസത്തിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം, നമ്മളുടെ ജീവിതം കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻ്റ് ആക്കാൻ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം, ആ ഇമ്പ്രൂവ്മെൻറ്റിലൂടെ നമുക്ക് എന്തൊക്കെ ഡ്രീംസ് അച്ചീവ് ചെയ്യാം എന്നുള്ളതും കൂടി നമുക്ക് ഡിസൈഡ് ചെയ്യാം ഇന്നത്തെ ദിവസം. പിന്നെ അള്ളാഹുവിനെ സ്തുതിക്കുക, അൽഹംദുലില്ലാ. ദൈവത്തിലൂടെ എത്രത്തോളം അനുഗ്രഹങ്ങളാവും കഴിഞ്ഞ വർഷം നമുക്ക് ഉണ്ടായിട്ടുണ്ടാവുക. ഈവൻ കുറേ സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. നമ്മൾ 2024 കുറേ സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ബട്ട് എത്ര സങ്കടങ്ങൾ ഉണ്ടായാലും അതിനേക്കാൾ ഉപരി നമുക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണമെന്നില്ല. പലരുടെ ലൈഫും പല പോലെ ആയിരിക്കാം. പെട്ടെന്നുള്ള താഴ്ചകളുണ്ടാവാം. ഈവൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ 2024 എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ ഹാപ്പിനെസ് ധാരാളം ഉണ്ടായിട്ടുണ്ട്. ബട്ട് പെട്ടെന്നുള്ള താഴ്ചകളുണ്ടായിട്ടുണ്ട്, പെട്ടെന്നുള്ള ഉയർച്ചകളുണ്ടായിട്ടുണ്ട്, ഭയങ്കര ദുഃഖം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളുണ്ടായിട്ടുണ്ട്, ഭയങ്കര സന്തോഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളുണ്ടായിട്ടുണ്ട്, പിന്നെ നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നത്. സോ ഞാൻ ഓരോന്ന് പറഞ്ഞ സമയം വൈകിപ്പിക്കുന്നില്ല. ഇന്ന് നമുക്ക് ന്യൂ ഇയറിന് പ്ലാൻ ചെയ്യാം. നെക്സ്റ്റ് 2025 കുറിച്ചൊരു ചെറിയൊരു പ്ലാൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം. അത് നിങ്ങൾക്കും ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളും ഇതേപോലെ ഒന്ന് പ്ലാൻ ചെയ്യാൻ നോക്കുക കേട്ടോ. സോ ഇതാണ് 2025 പ്ലാനർ. ചെറുതായിട്ടൊരു ബുക്ക് എടുക്കാം, ഒരു ഡയറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ട് ബുക്കോ അങ്ങനെ വല്ലതും എടുത്തിട്ട് നമുക്കൊരു പ്ലാനർ എന്നുള്ള രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കാം. അതിൽ പ്ലാനറിൽ ഫസ്റ്റ് നമ്മൾ എഴുതാൻ പോകുന്നത് ന്യൂ ഇയർ റെസൊല്യൂഷനിലുള്ള ഡ്രീംസ്. നമുക്ക് ഈ 2025 എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ, എന്തൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, അതായത് എല്ലാ മേഖലകളിലും നോക്കുക. അതായത് റീഡിങ്ങിലാവട്ടെ, അല്ലെങ്കിൽ സ്റ്റഡിയിലാവട്ടെ, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആവട്ടെ, റിലേഷൻഷിപ്സിലാവട്ടെ, അങ്ങനെ പല ഡ്രീംസും നമുക്ക് ഉണ്ടാവുമായിരിക്കും. എല്ലാവർക്കും പല പല ഡ്രീംസ് ആയിരിക്കും. അത് നിങ്ങൾ ജസ്റ്റ് ഓരോ ഡോട്ട് ഇട്ടുകൊണ്ട് ഇങ്ങനെ എഴുതി വെക്കുക. ആദ്യം തന്നെ മറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കാണണം. അത് നമുക്ക് അച്ചീവ് ചെയ്യാനുണ്ട്. അത് നമുക്കൊരു മോട്ടിവേഷനാണ്. അതായത് എന്തെങ്കിലും നമുക്ക് മടി പിടിച്ചിരിക്കുന്ന സമയത്ത് ഇതെനിക്ക് ചെയ്യാനുള്ളതാണല്ലോ, ഇതെനിക്ക് അച്ചീവ് ചെയ്യണം, നമ്മളെക്കൊണ്ട് കഴിയും എന്ന രീതിയിൽ നമുക്കൊരു മോട്ടിവേഷൻ തരുന്ന രീതിയിൽ നമ്മളിങ്ങനെ ഡ്രീംസ് എഴുതി വെക്കാം. അത് നമ്മളെ മുന്നോട്ട് തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കും. കഴിഞ്ഞ വർഷം നിങ്ങൾ പല ആളുകളും കഴിഞ്ഞ വർഷത്തിൽ അച്ചീവ് ചെയ്യാൻ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടാവും. പലതും അച്ചീവ് ചെയ്തിട്ടുണ്ടാവും, പലതും അച്ചീവ് ചെയ്യാതിരിക്കാം. അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, മാക്സിമം പ്രാർത്ഥിക്കുക. പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഓരോ ഡ്രീംസും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും പ്രാർത്ഥന കൊണ്ട് ഒരു 30%ഉം 70% കൊണ്ട് നമ്മുടെ ഹാർഡ് വർക്കുമാണ് ഈ ഏതൊരു കാര്യം ഡ്രീംസും അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. സോ നമ്മൾ നമ്മളെ കാര്യം ചെയ്യുക, പിന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അതാണ് നമുക്ക് ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ. അങ്ങനെ ഈ ഇതിൽ ഓരോന്നും ആളുകളും ഡ്രീംസ് അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക. നെക്സ്റ്റായിട്ട് നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരിക. 2025 എന്തൊക്കെ ഇമ്പ്രൂവ്മെൻ്റാണ് നമുക്ക് കൊണ്ടുവരേണ്ടത്. അതിൽ ഫസ്റ്റായിട്ടുള്ള ഇതുള്ളത് പേഴ്സണൽ ഗ്രോത്ത്. പേഴ്സണലായിട്ട് നമുക്ക് എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം. അതിൽ ഫസ്റ്റ് പറയുന്നത് വി ഫൈൻഡ് അവർ ഓൺ ഹാപ്പിനെസ്. നമ്മുടെ ഹാപ്പിനെസ് ആദ്യം നമ്മൾ തന്നെ കണ്ടുപിടിക്കുക. ചില ആളുകൾക്ക് യാത്ര പോകുന്നതിലാവാം, അല്ലെങ്കിൽ ചില ആളുകൾക്ക് പുസ്തകം വായിക്കുന്നതിലാവാം, ചില ആളുകൾക്ക് എക്സസൈസ് ചെയ്യുന്നതിലാവാം, ചില ആളുകൾക്ക്
ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നതിലാവാം, ചില ആളുകൾക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നതിലാവാം. അങ്ങനെ പല പല ഹാപ്പിനെസ്സും നമുക്കുണ്ടാകും. നമുക്കെന്താണോ ഹാപ്പിയായ കാര്യങ്ങൾ അത് നമ്മൾ ചെയ്യാൻ നോക്കുക. ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ നമ്മളെ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് എന്താണ് ഹാപ്പി ആയിട്ടുള്ളത് അത് ചെയ്യുക. രണ്ടാമത്തുള്ള ഇത് പറയുന്നത് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആൻഡ് പോസിറ്റീവ് തിങ്കിങ്. എന്തുണ്ടായാലും നമ്മളിപ്പോൾ വളരെ താഴ്ചയിലാണ്, അതായത് എല്ലാ പരീക്ഷയിലും പൊട്ടി അല്ലെ അങ്ങനത്തെ അവസ്ഥയിലാണെന്നുണ്ടെങ്കിലും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഓക്കെ, ഇത് കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി നെക്സ്റ്റ് എക്സാമിൽ നമ്മൾ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യും, അടിപൊളിയായിട്ടുള്ള റാങ്ക് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു താഴ്ച വന്നത് അടുത്തത് വളരെ വലിയൊരു ഉയർച്ച കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന രീതിയിൽ തിങ്ക് ചെയ്തിട്ട് നമ്മൾ വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അതാണ് പോസിറ്റീവ് മൈൻഡ് ആൻഡ് പോസിറ്റീവ് തിങ്കിങ്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ട്രൈ ടു ഫൈൻഡ് ആൻഡ് ലീഡ് ആൻ ഓർഗനൈസ്ഡ് ലൈഫ്. എൻ്റെ ലൈഫിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഓർഗനൈസ്ഡ് അല്ല എന്ന് ഞാൻ പറയും. കാരണം പല ദിവസവും പല പല പോലെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഓരോ ദിവസവും നമ്മളിപ്പോൾ നേരത്തെ എണീക്കുക, കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ളത് അത് ചെയ്യുക, പിന്നെ ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക, ഒരു ദിവസം എന്തെങ്കിലും ഒരു പുതിയ കാര്യങ്ങളിൽ ചെയ്യാൻ നോക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ലൈഫ് നമ്മൾ ഉണ്ടാക്കി നോക്കുക. അത് ഒരിക്കലും ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല. ബട്ട് നമ്മളിപ്പോൾ ഈ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഞാൻ ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഏർലി മോർണിംഗ് ഒക്കെ വേക്കപ്പ് ചെയ്തിട്ട് ഒരു റുട്ടീൻ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കി കൊണ്ടുവരിക. ഇങ്ങനെ കൊണ്ടുവന്ന് ലാസ്റ്റ് ഈ ഇയറിൻ്റെ ലാസ്റ്റ് ആകുമ്പോഴത്തേനും ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ലൈഫ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കാൻ നോക്കുക. അടുത്തത് ഹിയർ ഓർ റീഡ് ബുക്ക്. നമ്മളൊന്നുകിൽ ബുക്ക് വായിക്കുക അല്ലെങ്കിൽ ബുക്ക് കേൾക്കുക. ഇപ്പോൾ നമുക്ക് യൂട്യൂബിലായിട്ടോ അല്ലെങ്കിൽ പല ആപ്പുകളിലും പല ബുക്കുകളും ഓഡിയോ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ വായിക്കാൻ പറ്റുന്ന ആളുകൾ വായിക്കുക. ഞാൻ റീഡിങ് ഭയങ്കര കുറവായിട്ടുള്ള ആളുകളാണ്. ഈവൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, പല വേർഡുകളും എനിക്ക് കിട്ടാൻ തപ്പി പിടിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം എനിക്ക് റീഡിങ് ഭയങ്കര കുറവാണ്. പക്ഷേ റീഡിങ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ നല്ല നല്ല വേർഡ്സ് നമ്മുടെ സംസാരത്തിലും അതുപോലെ നമ്മുടെ ഓരോ പ്രസംഗങ്ങളിലൊക്കെ കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ബുക്ക് വായിക്കുക. ഇൻഷാ അല്ലാഹ് ഞാനും എൻ്റെ ജീവിതത്തിൽ കൂടുതൽ ബുക്ക് വായിക്കാനായിട്ടുള്ളത് കൂട്ടാൻ ശ്രമിക്കും എന്നുള്ളതാണ്. അടുത്തത് ലേൺ എ ന്യൂ സ്കിൽ ആൻഡ് ഹോബീസ്. ഞാൻ പറഞ്ഞല്ലോ, ഓരോ ദിവസവും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നോക്കുക. പുതിയ എന്തെങ്കിലും ഒരു ന്യൂ സ്കിൽ. നമുക്ക് പല ആളുകൾക്കും പല കഴിവുകളുണ്ടാവാം. ചില ആളുകൾക്ക് പാടാൻ കഴിവുണ്ടാകും, ചില ആളുകൾക്ക് എക്സസൈസിലോ അല്ലെങ്കിൽ ഓട്ടത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രാഫ്റ്റ് മേക്കിങ്ങിലോ അല്ലെങ്കിൽ പുതിയ നമുക്കിഷ്ടമുള്ള പെയിൻറ്റിങ്സ് ഉണ്ടാക്കുക, അങ്ങനെ പല ഹോബീസും ഉള്ള ആളുകളുണ്ടാകും. അപ്പോൾ ആ സ്കില്ല് മെച്ചപ്പെടുത്തുന്നതിന് കൂടെ വേറെ ഏതെങ്കിലും ഒരു സ്കില്ല് കൂടി നമ്മൾ പഠിക്കുക. അടുത്തത് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ഡെയിലി. നമ്മൾ ദൈവത്തിനോട്, അതായത് അള്ളാഹുവിനോട് ഒരു നന്ദിയുള്ളവനാവുക എന്നുള്ളതാണ്. അതായത് ജസ്റ്റ് ഒന്ന് ഓരോ ദിവസം തിങ്ക് ചെയ്യുക, നമുക്ക് എത്രത്തോളം കഴിവുകൾ തന്നിട്ടുണ്ട്. നമുക്ക് സംസാരമുണ്ട്, നടക്കാൻ കഴിയും, കാണാൻ കഴിയുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട്. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും കിട്ടാത്ത ആളുകളുണ്ടല്ലോ. നമ്മൾ പല ആളുകളും ചെയ്യുന്നതാണ്, ഓക്കെ എനിക്കത് കിട്ടുന്നില്ല, ഇത് കിട്ടുന്നില്ല, അവർക്കത് കിട്ടുന്നുണ്ട്, അങ്ങനെ എപ്പോഴും സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് പല ആളുകളും ചെയ്യുന്നത്. അതിന് പകരമായിട്ട് എനിക്കിത് ഉണ്ടല്ലോ, അൽഹംദുലില്ലാ. ബാക്കി ആയത് എത്രയോ ആളുകൾ കണ്ണ് കാണാത്തവരുണ്ട്, അല്ലെങ്കിൽ സംസാരിക്കാൻ കഴിയാത്തവരുണ്ട്. അതൊക്കെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് അൽഹംദുലില്ലാ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ് എന്ന് ചിന്തിച്ചിട്ട് ദൈവത്തിനോട് നന്ദി പറയുക എന്നുള്ളതാണ്. പിന്നെ സ്റ്റാർട്ട് ജേർണലിങ്. ഞാൻ എനിക്ക് തോന്നുന്നു ഒരു മാസമായിട്ടുള്ളൂ ജേർണലിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഇതിന് മുമ്പും ഞാൻ പല പ്രാവശ്യം ജേർണലിങ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പകുതി ആകുമ്പോഴത്തേനും അതിങ്ങനെ നിന്ന് പോകുന്നതാണ്. പക്ഷേ ജേർണലിങ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള മെച്ചം എന്ന് പറഞ്ഞാൽ
ഓരോ വർഷം നമുക്കുണ്ടാകുന്ന ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് തന്നെ കാണാൻ പറ്റും. അത് നമുക്ക് നമ്മുടെ ലൈഫിലൊരു കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. പിന്നെ ലെറ്റസ് ടു ബി മോട്ടിവേറ്റ് അതേഴ്സ്. നമ്മൾ ബാക്കിയുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കുക. ഒരു ബാക്കിയുള്ളവർക്ക് ഹാപ്പിനെസ് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാം. അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കൊരു മാതൃക ആയി തീരുക എന്നുള്ളതാണ്. ഒരാളോട് ഏറ്റവും സങ്കടപ്പെട്ടിരിക്കുന്ന അവസരത്തിൽ, എടാ ഇതൊക്കെ ശരിയാവടാ, നീ ഒന്ന് മനസ്സ് വെച്ചാൽ മതി, നിൻ്റെ മാക്സിമം കൊടുക്കടാ എന്ന് പറഞ്ഞ് അവരെ മോട്ടിവേറ്റ് ചെയ്യുക. അതുപോലെ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് വേറൊരു കാര്യം. നമ്മളെക്കാളും മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരാളും ഇല്ല. അതുകൊണ്ട് നമ്മളും ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് ഓരോ ദിവസവും നമുക്ക് സ്വന്തം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതാണ് പേഴ്സണൽ ഗ്രോത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ്, റിലേഷൻഷിപ്സ്. ഫാമിലി ഈസ് ബെസ്റ്റ്. നമുക്ക് നമ്മൾ ഏറ്റവും വൃത്തികെട്ട സിറ്റുവേഷനിലും ഏറ്റവും താഴ്ന്ന സിറ്റുവേഷനിലും നമുക്ക് വിളിക്കാൻ പറ്റുന്നത് ഒന്ന് ഫ്രണ്ട്സ്, രണ്ടാമത് ഫാമിലി. ചില ആളുകൾക്ക് ഫ്രണ്ട്ഷിപ്പ് കുറവായിരിക്കാം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് സപ്പോർട്ടുള്ളത് എൻ്റെ ഫാമിലിയാണ്. ആ ഫാമിലിയെ നമ്മളെപ്പോഴും മുറുകെ പിടിച്ച് കൊണ്ടുപോകണം. അത് പലർക്കും പല പോലെ ആയിരിക്കും ഫാമിലീസ്. ബട്ട് നമ്മുടെ ഫാമിലിയിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ്. അതിൽ സ്പെൻഡ് ക്വാളിറ്റി ഓഫ് ടൈം വിത്ത് യു. ഫസ്റ്റ് നമ്മളോട് കൂടിയുള്ള ഒരു ടൈം ഇതാക്കുക. ബാക്കിയുള്ളവരുടെ കൂടെയൊക്കെ നമ്മളോട് കൂടെ ഒന്ന് ജസ്റ്റ് ആലോചിക്കുക. നമ്മുടെ ഹാപ്പിനെസ് എന്താ അത് ആദ്യം നോക്കുക. പിന്നെ യുവർ ലവ്ഡ് വൺസ്. നിങ്ങളുടെ ലവ്ഡ് വൺസ് പറഞ്ഞാൽ നിങ്ങളുടെ പാരൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ്സോ അല്ലെങ്കിൽ വൈഫോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരായിക്കോട്ടെ, അവരുടെ കൂടെ ക്വാളിറ്റി ഓഫ് ടൈംസ്, അതായത് ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 20 മിനിറ്റോ, അതായത് ഒരു മണിക്കൂറോ 2 മണിക്കൂറോ നിങ്ങൾക്ക് എത്ര സമയം കൂടുതൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ ആ സമയം അവരുടെ കൂടെ സംസാരിച്ചിരിക്കുക. അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോവുക, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പോവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യുക. രണ്ടാമത്, പ്രയോറിറ്റൈസ് കൈൻഡ്നെസ് ആൻഡ് സപ്പോർട്ട്. നമ്മൾ നന്നായിട്ട് ദയാലുവായിരിക്കണം. അതായത് ബാക്കിയുള്ളവരോട് നമ്മളാണ് എല്ലാം വലുത് എന്നൊരു ചിന്ത മാത്രമുള്ള ആളുകൾ ഒരിക്കലും ആവാൻ പാടില്ല. ബാക്കിയുള്ളവരോട് കൈൻഡ് ആയിരിക്കണം. അതുപോലെ ബാക്കിയുള്ളവരെ സപ്പോർട്ട് ചെയ്തിരിക്കണം. പിന്നെ ലവ് ആൻഡ് കെയർ. എല്ലാവരോടും സ്നേഹം ഉണ്ടായിരിക്കണം. അതായത് ബാക്കിയുള്ളവരുടെ മൊത്തം വെറുപ്പുമായിട്ട് നടന്നിട്ട് നമ്മുടെ ലൈഫിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. എല്ലാവരും ഒരു ദിവസം മരിക്കാൻ പോകുന്നതാണ്. ആ ഒരു മരിക്കുന്ന സമയത്ത് നമ്മളെ ഓർക്കാൻ വേണ്ടി ഒരാളെങ്കിലും വേണ്ടേ. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരോടും സ്നേഹമുള്ളവരായിരിക്കണം. അതുപോലെ ബാക്കിയുള്ളവരെ കെയർ ചെയ്യുന്നവരായിരിക്കണം. നമ്മൾ അങ്ങോട്ട് കെയർ ചെയ്താലേ ചിലപ്പോൾ അതിനനുസരിച്ചുള്ള റെസ്പോൺസ് ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ. നമ്മളിപ്പോൾ പാരൻസ് നമ്മൾ അത്രത്തോളം കെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ അങ്ങോട്ട് കെയർ ചെയ്യുക. അവരത് പുറത്തോട്ട് കാണിക്കുന്നില്ലെങ്കിലും നമ്മളത് അറിഞ്ഞ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഔട്ടിങ് വിത്ത് ഫാമിലിയോട് കൂടി ഔട്ടിങ് ചെയ്യുക. അത് പല ആളുകളും ചെയ്യാത്തതായിരിക്കാം, സാഹചര്യങ്ങൾ ഉണ്ടാകാം. എന്നിരുന്നാലും ഒരു മന്ത്ലി ഒരു പ്രാവശ്യമെങ്കിലും ഫാമിലിയോട് കൂടെ ഔട്ടിംഗ് എന്ന് പറഞ്ഞത് മണാലിയിലോ ഡൽഹിയിലോ അങ്ങോട്ടെങ്ങും പോകണമെന്നില്ല. ജസ്റ്റ് നിങ്ങൾ തൊട്ടടുത്തുള്ള പാർക്കിലോട്ടോ അല്ലെങ്കിൽ ബീച്ചിലോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു ഹാപ്പിനെസ്സോ ഒരു സമാധാനം കിട്ടുന്ന സ്ഥലങ്ങളിലോട്ട് പോവുക. അതുപോലെ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പോവുക. ഒരു ടുഗദറായിട്ട് നമുക്ക് എന്തെങ്കിലും കൂടിയിരിക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു ഫാമിലിയുടെ കൂടെ ഒന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുക. അതാണ് റിലേഷൻഷിപ്സിൽ 2025 ഇമ്പ്രൂവ്മെൻറ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തത് ഹെൽത്ത് ആൻഡ് വെൽനെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഹെൽത്ത് ഉണ്ടെങ്കിലേ നമുക്ക് വാല്യൂ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു ആരോഗ്യമില്ല, നമ്മൾ അവിടെ കിടന്നു കഴിഞ്ഞാൽ നമ്മളെ നോക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഉണ്ടാവാം, പക്ഷേ നമുക്കുള്ള വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യം ഫസ്റ്റ് നോക്കണം. ഫസ്റ്റ് നോക്കുക എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റ്സ് ഒരു വാക്കിങ്ങോ അല്ലെങ്കിൽ വർക്കൗട്ടോ ചെയ്യുക. പിന്നെ നമ്മുടെ ഫുഡിൽ കൺട്രോൾ ചെയ്യുക. അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്.
അതിൽ ഞാൻ ആദ്യം ഉദ്ദേശിക്കുന്നത് വേക്കപ്പ് ഏർലി മോർണിംഗ്. അത് പല ആളുകളും ചെയ്യുന്നതായിരിക്കാം. നേരത്തെ തന്നെ ഒരു 4 മണിക്കോ അല്ലെങ്കിൽ 5 മണിക്കൊക്കെ എഴുന്നേറ്റിരുന്ന് തഹജ്ജുദൊക്കെ നിസ്കരിക്കുന്ന ആളുകളുണ്ടാവാം, ഇല്ലാത്തവരുണ്ടാവാം. പക്ഷേ അത് നമ്മൾ 2025 നമുക്ക് അത് ഒരു പുതിയ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് നേരത്തെ എണീക്കുക, അതുപോലെ മിനിമം ഒരു 6 ഹവേഴ്സെങ്കിലും സ്ലീപ്പ്. എനിക്ക് ഏറ്റവും കുറവുള്ള സാധനമാണ് സ്ലീപ്പ്. എനിക്ക് മാത്രമല്ല പല ആളുകൾക്കും കുറവുള്ളതാവാം. ജോലിയുടെ തിരക്കുണ്ടാവാം. അതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ ഫോണിൽ കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ട് സ്ലീപ്പ് ഭയങ്കര കുറവുള്ള ആൾക്കാരുണ്ടാവാം. നമ്മൾ ഈ 6 മണിക്കൂറിൽ കൂടുതൽ താഴെ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ആളുകൾക്കും മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആവാം, ഉന്മേഷം ഉണ്ടാവാതിരിക്കാം, അതുപോലെ ഓർമ്മശക്തി കുറയാം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. സോ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 6 ഹവേഴ്സെങ്കിലും സ്ലീപ്പ് എടുക്കുക. ഈവൻ നമ്മളിപ്പോൾ എന്തെങ്കിലും എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5 ഹവേഴ്സ് മിനിമം വേണം. 5 ഹവേഴ്സ് മിനിമം എന്ന് പറയുന്നത്, അതായത് മാക്സിമം എത്രയും ഒരു 7 ഹവേഴ്സെങ്കിലും ആവാം. 6 ഹവേഴ്സ്, അതിൻ്റെ രണ്ടിൻ്റെയും മിഡിലായിട്ടൊരു 6 ഹവേഴ്സ് സ്ലീപ്പ് നിങ്ങൾ കീപ്പ് ചെയ്യാൻ നോക്കുക. പിന്നെ ഉള്ളത് ഡു എക്സസൈസ് അറ്റ്ലീസ്റ്റ് 10 മിനിറ്റ്സ്. 10 മിനിറ്റ്സ് പറഞ്ഞത് തീരെ എക്സസൈസ് ചെയ്യാത്ത ആളുകൾക്കാണ് ഞാൻ പറയുന്നത്. അതായത് ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ 30 മിനിറ്റ്സോ 1 ഹവറോ 2 ഹവറെങ്കിലും നോക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എക്സസൈസ് ചില ദിവസങ്ങളിൽ ചെയ്യാറുണ്ട്, ചില ദിവസങ്ങളിൽ ചെയ്യാറില്ല. അപ്പോൾ ഞാനൊരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതി വെക്കുന്നത്. ഒരു 30 മിനിറ്റ്സ് എങ്കിലും മിനിമം എക്സസൈസ് ചെയ്യാന്നുള്ളത്. പിന്നെ വാക്ക് ഡെയിലി 20 മിനിറ്റ്സ്. 20 മിനിറ്റ്സ് വാക്ക് ചെയ്യുക. ഈ എക്സസൈസിൻ്റെ കൂടെ അത് വാക്കിംഗ് വേണമെങ്കിൽ ഉൾപ്പെടുത്താം. അല്ലാത്തവർക്ക് 20 മിനിറ്റ്സ് മോർണിംഗോ ഈവനിങ്ങോ വാക്കിംഗ് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു റൂമിലോ അല്ലെങ്കിൽ വീട്ടിലോ ഒരു 20 മിനിറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ദിക്റ് ചൊല്ലിയിട്ടോ അല്ലെങ്കിൽ സ്വലാത്ത് ചൊല്ലിയിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ തന്നെ നമുക്കുള്ളതൊരു എക്സസൈസാണ്. പിന്നെ ഉള്ളത് ഫോളോ ഒരു ഹെൽത്തി ഡയറ്റ്. ഒരു ഹെൽത്തി ഡയറ്റ് നമ്മൾ കീപ്പ് ചെയ്യുക. നമ്മുടെ ലൈഫിലൊരു ഹെൽത്തി ഡയറ്റ് മീൻസ് ഏത് ബിരിയാണിയും ബീഫും എല്ലാം സ്കിപ്പ് ചെയ്തിട്ടുള്ളൊരു ഡയറ്റല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതൊക്കെ കുറയ്ക്കാം, കുറച്ച് എമൗണ്ട് അത് വേണമെങ്കിൽ കഴിക്കാം. ബട്ട് ക്വാണ്ടിറ്റി കുറച്ചിട്ട് ക്വാളിറ്റി ഉള്ള ഫുഡ് കഴിക്കുക. ക്വാളിറ്റി ഉള്ള ഫുഡ് മീൻസ് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ധാരാളം ഇൻക്ലൂഡ് ചെയ്തിട്ട്, പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് ധാരാളം ഇൻക്ലൂഡ് ചെയ്തിട്ട്, എണ്ണ അടങ്ങിയ ഫുഡ് കുറച്ചിട്ട്, കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഫുഡ് കുറച്ചിട്ട്, അങ്ങനെ ഒരു ഹെൽത്തി ഡയറ്റ് നമ്മുടെ ലൈഫിൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഡ്രിങ്ക് മിനിമം ഓഫ് 3 ലിറ്റർ ഓഫ് വാട്ടർ. നമ്മളൊരു 3 ലിറ്റർ വാട്ടറെങ്കിലും ദിവസം കഴിച്ചിരിക്കണം. ഒരു 25 കിലോഗ്രാമിന് 1 ലിറ്റർ വാട്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ മിനിമം ചെയ്തിരിക്കണം. അതായത് 75 കിലോ ഉള്ള ആൾ 3 ലിറ്ററെങ്കിലും മിനിമം കുടിച്ചിരിക്കണം എന്നുള്ളതാണ്. അതായത് 100 കിലോ ഉള്ള ആൾ 4 ലിറ്റർ കുടിച്ചിരിക്കണം. അത്രത്തോളം വെള്ളം നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് യൂറിൻ ഇൻഫെക്ഷൻ ആയിട്ടും അല്ലാത്ത പല ഹെൽത്തി ആയിട്ടുള്ള അസുഖങ്ങളുണ്ടാവാനുള്ള ചാൻസുകളുണ്ട്. പിന്നെയുള്ളത് ഫിനാൻഷ്യൽ ഗോൾസാണ്. അത് ജോലിയുള്ളവരായിക്കോട്ടെ ജോലിയില്ലാത്ത ഉമ്മമാരായിക്കോട്ടെ അവരും ജസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, സേവ് അറ്റ്ലീസ്റ്റ് 20% ഓഫ് യുവർ ഇൻകം. നമുക്കിപ്പോൾ പല ആളുകൾക്കും ജോലി ഉണ്ടാകാം, ജോലി ഇല്ലാത്തവരുണ്ടാകാം. അപ്പോൾ കിട്ടുന്നതിലൊരു 20% നമ്മൾ സേവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഒരു 100 രൂപ കിട്ടുന്ന ആൾ 20 രൂപ അത് സേവ് ചെയ്ത് വെക്കുക. അങ്ങനെ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങൾ, എന്തെങ്കിലും ആശുപത്രി ചിലവോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡ്രസ്സിങ്ങോ എന്തെങ്കിലും ഫാമിലി ഫങ്ഷനോ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് നമ്മളുടേതായിട്ട് എടുക്കാനായിട്ടൊരു പൈസ ഉണ്ടാകും. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 20% ഇൻകം സേവ് ചെയ്ത് വെക്കുക. പിന്നെ ഉള്ളത് ഒരു മന്ത്ലി ബഡ്ജറ്റ് ഉണ്ടാക്കുക. ഒരു ബഡ്ജറ്റ് പ്ലാൻ ചെയ്യാം. എന്നിട്ട് ഇന്ന മന്ത്ലി ഇത്ര ഇതാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്, അതിൽ ഇത്ര ഫാമിലിക്ക് വേണ്ടിയിട്ട്, ഇത്ര എനിക്ക് വേണ്ടിയിട്ട്, ഇത്ര എന്തെങ്കിലും കാറിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീടുണ്ടാക്കാനോ, അങ്ങനെ പല രീതിയിൽ നമുക്കത് ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കി വെക്കുക. പിന്നെ അവോയ്ഡ് അൺനെസസറി എക്സ്പെൻസസ്. അനാവശ്യമായിട്ട് നമ്മൾ പൈസ ചിലവഴിച്ച് കളയിക്കുക. ആവശ്യങ്ങൾക്കും അത്യാവശ്യങ്ങൾക്കും പൈസ ചിലവാക്കണം, ബട്ട് അനാവശ്യമായിട്ട് പൈസ ചിലവാക്കി കളയാതിരിക്കുക. പിന്നെ ഗിവ് ചാരിറ്റി. നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 10 രൂപയെങ്കിലും ഒരു ദിവസം ചാരിറ്റി, ഏത് സ്വതക്കയായിട്ട് കൊടുക്കുക. ആ സ്വതക്ക ചെയ്താൽ തന്നെ നമുക്ക് എല്ലാവിധ അപകടങ്ങളിൽ നിന്നും നമുക്കൊരു രക്ഷയുണ്ടാകും. കൂടാതെ നമ്മുടെ സമ്പത്തിൽ കൊടുത്താലേ കിട്ടൂ എന്ന് പറയല്ലോ.
തീർച്ചയായിട്ടും അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ എത്ര കൊടുക്കുന്നോ അതിൻ്റെ ഇരട്ടിയായിട്ട് നമുക്ക് എന്നെങ്കിലും ഒരു ദിവസം, അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത ദിവസം തന്നെ, അല്ലെങ്കിൽ അന്ന് തന്നെ കിട്ടും എന്നുള്ളതാണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മതി. ബാക്കിയുള്ളവർക്ക് നിങ്ങൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് സ്വതക്കയായിട്ട്, കടമായിട്ടല്ല, സ്വതക്കയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, കടയായിട്ടാണെന്നുണ്ടെങ്കിലും കിട്ടും. ബട്ട് സ്വതക്കയായിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിലൊരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ കാണാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് പ്രെയർ. പ്രെയർ പറഞ്ഞാൽ നമുക്ക് റിലീജിയസ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് കൊണ്ടുവരേണ്ടത്. പ്രെയർ മീൻസ് ക്ലോസ് ടു അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുക്കാൻ നോക്കുക. പ്രെയർ 5 ടൈംസ് കറക്റ്റ്ലി, അതായത് 5 സമയം നിസ്കാരവും കൃത്യമായിട്ട് നിസ്കരിക്കുക. പിന്നെ തഹജ്ജുദ് ആൻഡ് ലുഹ നിസ്കാരം. ഈ 2 സുന്നത്ത് നിസ്കാരങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ആ 2 നിസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ നോക്കുക. റീഡ് ഖുർആൻ ഡെയിലി അറ്റ്ലീസ്റ്റ് 2 പേജസ്. 2 പേജസ് എങ്കിലും ഖുർആൻ നമ്മൾ പാരായണം ചെയ്തിരിക്കണം. കാരണം അത് അത്രയും ശ്രേഷ്ഠമുള്ളതാണ്. എത്ര തിരക്കായിക്കോട്ടെ, എത്ര ബിസി ആയിക്കോട്ടെ, ഒരു ദിവസം 2 പേജെങ്കിലും നമ്മൾ അത് ചിലവാക്കിയിരിക്കണം. കാരണം നമ്മൾ പല ബിസിയുള്ള ദിവസങ്ങളിലും കുറേ സമയം നമ്മൾ ഫോണിൽ ചിലവാക്കുന്നുണ്ടല്ലോ. ഈവൻ ഒരു 2 പേജ് ഓതാൻ വേണ്ടിയിട്ട് 3 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ ഒക്കെ ആവശ്യമുള്ളൂ. അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ നോക്കുക. അതുപോലെ ഒരു മാസത്തിൽ ഒരു ജുസോ അല്ല ഒരു മാസത്തിൽ ഒരു ഖത്തം തീർക്കാൻ പറ്റാം, അല്ലെങ്കിൽ ഒരു പകുതി ഖത്തം തീർക്കാൻ പറ്റാം. അങ്ങനെയൊക്കെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാലേ അതിനുള്ള ഇത് കിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റാതെ തന്നെ ഇരിക്കും. പിന്നെ അടുത്തത് സ്വലാത്ത് ദിക്ർ. അത് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ നോക്കുക. പിന്നെ ഫാസ്റ്റിംഗ് എവരി മൺഡേ ആൻഡ് തേഴ്സ്ഡേ. അത് ചെയ്യാൻ നോക്കുക. അതായത് എല്ലാവർക്കും പറ്റണമെന്നില്ല, ബട്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഈ 2 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും നമ്മൾ ട്രൈ ചെയ്യാൻ നോക്കുക. ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ വിജയിച്ചിരിക്കും എന്നുള്ളതാണ്. പതിവാക്കാൻ നമുക്ക് പറ്റും. നെക്സ്റ്റ്, ഡോണ്ട് ഡു ദിസ്. നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത്. അതായത് പലർക്കും പല കാര്യങ്ങളായിരിക്കാം, എല്ലാവരുടെയും സ്വഭാവം ഒരേപോലെ ആയിരിക്കണമെന്നില്ല. ബട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ എത്തിക്കായിട്ടുള്ള കാര്യങ്ങളാണ്. ഡോണ്ട് ഹേർട്ട് എനിവൺ ഹേർട്ട്. ബാക്കിയുള്ളവരെ വിഷമിപ്പിക്കാതിരിക്കുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പലരും നമ്മളെ വിഷമിപ്പിക്കുന്നുണ്ടാവും. അതായത് പല വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അങ്ങനെയൊക്കെ. അത് നമ്മൾ എത്രത്തോളം ഹർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ബാക്കിയുള്ളവരെ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ വാക്ക് കൊണ്ടോ ഒന്നും വിഷമിപ്പിക്കാതിരിക്കുക. അഥവാ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ചെറുതായിട്ട് വന്നു പോയാൽ തന്നെ അപ്പം തന്നെ സോറി പറഞ്ഞ് അവരുമായിട്ട് അവരുടെ എന്തെങ്കിലും വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ അവരോട് സോറി പറഞ്ഞ് അത് റെഡിയാക്കാൻ നോക്കുക. ഒരിക്കലും അത് കൂടുതൽ കാലം വെച്ച് ഇതാക്കരുത്. കാരണം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ദേഷ്യത്തിനെ കൺട്രോൾ ചെയ്യാമെന്ന് ഒന്ന് ശ്രമിച്ചാൽ തന്നെ മതി. രണ്ടാമത്തത്, ഡോണ്ട് ബി ലൈ ഓർ ഡോണ്ട് ചീറ്റ് എനിവൺ. നമ്മൾ കള്ളം പറയുന്നത് കുറക്കുക, ബാക്കിയുള്ളവരെ ചീറ്റ് ചെയ്യുന്നത് കുറക്കുക. പിന്നെ ഇത് രണ്ടും ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുക. അത് അങ്ങനെ ചെയ്യാൻ നോക്കുക. പിന്നെ അവോയ്ഡ് ലേസിനെസ്. മടി കുറയ്ക്കുക, മടി ഒഴിവാക്കുക നമ്മുടെ ലൈഫിൽ നിന്ന്. മടി ഒഴിവാക്കിയാൽ തന്നെ നമ്മൾ കുറേ കാര്യങ്ങളിൽ വിജയങ്ങൾ പെട്ടെന്ന് തന്നെ ഉണ്ടാവും. പിന്നെ ഡോണ്ട് സ്കിപ്പ് ഓർ ഡിലേ 5 ടൈംസ് പ്രെയർ. 5 വക്ത് നിസ്കാരം ഒരിക്കലും ഡിലേ ആക്കാനോ അല്ലെങ്കിൽ നമ്മളത് ഒഴിവാക്കാനോ പാടില്ല. കുറേ ഇന്നത്തെ വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോയി. ബട്ട് കുഴപ്പമില്ല. 2025 ഒരു പ്ലാനറാണല്ലോ. അത് നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്താനുള്ളവർക്ക് മോഡിഫിക്കേഷൻ ചെയ്യാം. ഞാനിതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈവൻ സജഷൻസ് കമൻറ്റ് ചെയ്യാനുള്ളവർക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ ഇനിയും വീഡിയോ ലെങ്തി ആക്കുന്നില്ല. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നല്ലൊരു ഇയർ ആവട്ടെ 2025. ധാരാളം ഹാപ്പിനെസ് ഉണ്ടാവട്ടെ. എല്ലാവിധ ആപത്ത് മുസീബത്തിൽ നിന്നും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളും ഡ്രീംസും അള്ളാഹു ഈ ഒരു വർഷത്തിൽ അച്ചീവ് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇൻഷാ അള്ളാഹ് അപ്കമിങ് വീഡിയോസിൽ ഞാൻ ഇസ്ലാമിക് ചലഞ്ചിൻ്റെയും പല ചലഞ്ചുകളുടെയും പ്ലാനർ വീഡിയോസ് ആയിട്ടിടാം. പിന്നെ സജഷൻസ് വീഡിയോസ് എന്തൊക്കെ വേണ്ടതെന്നുള്ളത് ജസ്റ്റ് സജസ്റ്റ് ചെയ്യുക. അതെനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാം. ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും.